അല്ല മക്കളെ, നമുക്കിനി പറയാനുള്ള കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഒരുപാട് മാർക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്, വലിയ ചാപ്റ്റർ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് 10-15 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ ഒന്ന് ഓടിച്ചു വന്നു. നമുക്ക് ഒന്നാമതൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഫ്ലൂഡ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മക്കളെ, നമുക്കറിയാം ഒരു ആറ്റം കണ്ടിന് 8 ഇലക്ട്രോൺസിന്റെ അതായത് ബാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് ഒക്ടറ്റ് ആണ്, നമ്മൾ സ്റ്റേബിൾ ആണെന്നൊക്കെ പറയാറുണ്ട്. അതാണ് ഒക്ടറ്റ് റൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ വാലൻസ് ഷെല്ലിന്റെ അകത്ത് 8 ഇലക്ട്രോണുകൾ ഉണ്ട് എങ്കിൽ, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ അകത്ത് 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ സ്റ്റേബിൾ ആണെന്നുള്ള കാര്യം പറയുന്നു. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് ആരാണ്? ലൂയിസും കോസലുമാണ്. ലൂയിസ് ആൻഡ് കോസൽ. ലൂയിസ് അപ്രോച്ചും കോസൽ അപ്രോച്ചും ഒക്കെ ഉണ്ട്. അപ്പം രണ്ട് സയന്റിസ്റ്റ് ആണ് ലൂയിസും കോസലും. അപ്പൊ അവരുടേതായിട്ടുള്ള ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് NCERT-ന്റെ അകത്ത്. ഓക്കെ, അപ്പൊ ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇലക്ട്രോണുകൾ ഉണ്ട് എങ്കിൽ ദേ ആർ സ്റ്റേബിൾ എന്നുള്ള കാര്യം പറയുന്നു. ഓക്കെ, ഇനി രണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ഒക്ടറ്റ് റൂളുകൾക്ക്. ഒക്ടറ്റ് ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ അത് സ്റ്റേബിൾ ആവും എന്ന് പറയും. പക്ഷേ 8 ഇലക്ട്രോൺ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, 8 ഇലക്ട്രോണിൽ കുറവുള്ളവരുണ്ട്, 8 ഇലക്ട്രോണിൽ കൂടുതൽ ആൾക്കാരും ഉണ്ട്. അവരൊക്കെ സ്റ്റേബിൾ ആണ്. അതെന്താണ് ഒരു ലിമിറ്റേഷൻസ് ആണെന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ഈ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ കണ്ടെയ്ൻ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഒന്നാമത്തെ കാര്യം, ആൻഡ് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ കണ്ടെയ്ൻ എക്സ്പാൻഡ് ഒക്ടറ്റ്. എക്സ്പാൻഡ് ഒക്ടറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ അല്ലെങ്കിൽ നമ്മുടെ 8 ഇലക്ട്രോണിൽ കൂടുതൽ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ PCl5 SF6 ഒക്കെ, അതൊക്കെ എന്താണ്? നമ്മുടെ 8 ഇലക്ട്രോണിൽ കൂടുതൽ ആൾക്കാരാണ്. അപ്പൊ അവർക്കൊക്കെ എന്താണ്? അവരൊക്കെ സ്റ്റേബിളും ആണ്. അതുപോലെ തന്നെ ലിമിറ്റഡ് അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് ഇലക്ട്രോണുകൾ ഉണ്ട്. അതായത് നമുക്ക് പറയാം നമ്മുടെ AlCl3 അല്ലെങ്കിൽ BF3 എന്ന് പറയുമ്പോൾ 6 ഇലക്ട്രോൺ ഉണ്ട്. ബോറോണ് BF3 എന്ന് പറയുമ്പോൾ ബോറോണ് 6 ഇലക്ട്രോൺസ് മാത്രമേ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് എന്താണ്? ഡെഫിഷ്യന്റ് ആണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ നോക്കിക്കേ, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ അത് എഫക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് അത് സ്റ്റേബിൾ അല്ലേ? ആണ്. അപ്പൊ അതെന്താണ്? ലിമിറ്റേഷൻ ആണ്. അതേപോലെ ഓഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓഡ് ഇലക്ട്രോൺസ് പറയുമ്പോൾ, ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പറയുമ്പോൾ നമുക്കറിയാം NO2 പോലെ ആൾക്കാരൊക്കെ. ഈ ഓഡ് ഇലക്ട്രോൺസ് പറയുമ്പോൾ ഒരിക്കലും എന്തല്ല, അത് 8 ഇലക്ട്രോൺസ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്നിട്ട് അവരെന്താണ്? സ്റ്റേബിൾ ആണ്. ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിന്റെ സ്റ്റെബിലിറ്റി, അതായത് അതിന്റെ സ്റ്റെബിലിറ്റി എന്താണെന്നുള്ള റീസൺ എന്ത് പറയാൻ പറ്റില്ല, ഇവന്മാർക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി ഡൈപോൾ മൊമെന്റ് ഗിവ്സ് യൂണിറ്റ്സ്. അപ്പൊ എന്താ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ? ഡൈപോൾ മൊമെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് Q ഇൻടു എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജുകളാണ്. അതായത് നമുക്കറിയാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകളായിരിക്കും സെപ്പറേറ്റ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് നമ്മളിവിടെ ഫിസിക്സ് പഠിക്കുന്നതാണ്, ഈക്വൽ ഓപ്പോസിറ്റ് ചാർജ്. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം NF3 അതുപോലെ NH3 ഇതൊക്കെ എന്താണ്? ഇവരൊക്കെ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കാറുണ്ട് അല്ലേ? അപ്പം നമുക്കറിയാം നൈട്രജന് ലെറ്റ്സ് സേ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇത് നൈട്രജൻ ആണെന്ന് വിചാരിക്കാം. ഇതിന് ഇലക്ട്രോണുകൾ ഉണ്ട്. ഇവിടെ ഫ്ലൂറിൻ ഉണ്ടാകും അല്ലെ? ഫ്ലൂറിൻ ഉണ്ടാകും, ഫ്ലൂറിൻ ഉണ്ടാകും. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കാൻ റെപ്രസെന്റ് എങ്ങനെയാണ്? ഇങ്ങനെ. അതായത് നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആളെന്ന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ആളിലേക്ക് എന്ത് ചെയ്യും? ഒരു ആരോ മാർക്ക് വരയ്ക്കാറുണ്ട് അല്ലെ? ഇങ്ങനെയാണ് വരയ്ക്കാറുള്ളത്. ഇങ്ങനെ വരയ്ക്കും. ഇലക്ട്രോണിറ്റി കുറഞ്ഞ ആളെന്ന് ഇലക്ട്രോണിറ്റി കൂടിയ ആളിലേക്ക് ഒരു ആരോ മാർക്ക് വരയ്ക്കും. ഇതാണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ ഫിസിക്സ് പഠിച്ചെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആക്ച്വലി ചാർജ് മൾട്ടിപ്ലൈ വിത്ത് എന്താണ്? ചാർജ് മൾട്ടിപ്ലൈ വിത്ത് അതിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, സോ ചാർജ് എന്താണ്? Q ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം R ആണെങ്കിൽ Q ഇൻടു R ആണ് എന്ത്? അതിന്റെ Q അല്ലെങ്കിൽ E എന്ത് വേണമെങ്കിൽ കൊടുക്കാം, E എന്ന് കൊടുക്കാം. അതാണ് അതിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? അപ്പം Qന്റെ യൂണിറ്റ് എന്താണ്? Q എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂളംബ് ആണ്, ആൻഡ് ഡിസ്റ്റൻസ് പറയുമ്പോൾ മീറ്റർ ആണ്. അപ്പൊ കൂളം മീറ്റർ എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു കാര്യമാണെന്ന് മക്കളെ, ഡിബൈ ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഡിബൈ ആണ് നമ്മുടെ മാഗ്നറ്റിക് അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റിന്റെ ഈ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഡൈപോൾ മൊമെന്റ് BF2 ഈസ് 0. വൈ? ഡൈപോൾ മൊമെന്റ് BF2 0 ആണ്. അത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് BF2 BCl2 ഒക്കെ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിച്ചത് വളരെ സിമ്പിൾ ആണ്. BF2 അല്ലെങ്കിൽ BACl2 എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഇപ്പം BF2 എന്ന് വിചാരിക്കും. ഉണ്ടോ? ഇതാണ് സ്ട്രക്ചർ. സ്വാഭാവികമായും ഡൈപോൾ മൊമെന്റ് എങ്ങനെ ഉണ്ടാവും? ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും, അതായത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, സോ എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോകും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ചെയ്ത് പോകുന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലേ? യെസ്. ഇനി ഡൈപോൾ മൊമെന്റ് ഓഫ് BF3 is 0. വൈ? BF3 ആണെങ്കിൽ മക്കൾ എന്താണ്? BF3 എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ സിമ്പിൾ ആണ്. BF3 സ്ട്രക്ചർ ഇങ്ങനെയാണ് BF3 ഉണ്ടാവുക. സോ BF3 സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവന്റെ രണ്ടുപേരും ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യൂടാ? നെറ്റ് ആയിട്ട് എങ്ങോട്ടുണ്ടാവും? താഴോട്ടുണ്ടാവും. നെറ്റ് ഡൈപോൾ മൊമെന്റ് ആയിട്ട് താഴോട്ടുണ്ടാകും. ഈ നെറ്റ് ഡൈപോൾ മൊമെന്റ് ആര് ക്യാൻസൽ ചെയ്യൂടാ? മുകളിലോട്ടുള്ള ഈ F-ന്റെ ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ചെയ്ത് പോകും. സോ നെറ്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും മക്കൾ? നെറ്റ് ആയിട്ട് ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും? ഡൈപോൾ മൊമെന്റ് mu is equal to എന്തായിരിക്കും? 0 ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? യെസ്, സിമ്പിൾ ആണ് കാര്യം. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇത് വളരെ എക്സാമിന് ടൂവർസോട് ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായും പഠിക്കണം. എന്താണ് ക്വസ്റ്റ്യൻ? അമോണിയ ഹാസ് ഹയർ ഡൈപോൾ മൊമെന്റ് ദാൻ NF3 ഈവൻ ദ ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അതായത് നമ്മളെല്ലാവർക്കും അറിയാം ഹൈഡ്രജനെക്കാട്ടിലും ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഹൈഡ്രജൻ പോസിറ്റീവ് ആയിട്ട് വരുന്ന ആളാണ്. പക്ഷേ ഫ്ലൂറിൻ ഈസ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആളാണ്. എന്തുകൊണ്ടാണ് അമോണിയ ഈസ് ഹയർ ഡൈപോൾ മൊമെന്റ് ദാൻ NF3 എന്ന് പറയുന്നത്? അതായത് NH3 ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് ഓഫ് NH3 ഈസ് വെരി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് ഓഫ് NF3. എന്തുകൊണ്ട്? ഇവൻ ദോ എന്താണ്? NF3 ഉള്ള ഫ്ലൂറിൻ എന്താണ്? മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. എന്നിട്ട് NH3 ക്കാണ് മോർ ഡൈപോൾ മൊമെന്റ്. എന്തുകൊണ്ടായിരിക്കും? ഇതിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നോക്കിക്കേ, ഇതാണ് NH3. നിങ്ങൾ എക്സാമിന് ചിത്രം വരച്ചു കൊടുക്കണം.
അതായത് ഇതാണ് നിങ്ങളുടെ നൈട്രജനും ഹൈഡ്രജനും ഒക്കെ NH3 സ്ട്രക്ചർ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്താണ് ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട് നൈട്രജനിൽ. സ്വാഭാവികമായിട്ടും അതിന്റെ ലോൺ പെയർ ഇലക്ട്രോണിലേക്ക് ആയിരിക്കും നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഡൈപ്ലോമിന്റെ സ്ട്രക്ചർ ഇത് അലൈൻമെന്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടായിരിക്കും അതിന്റെ ആരോ മാർക്ക് വരയ്ക്കേണ്ടത്. മോസ്റ്റ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആളാണ് ഈ ലോൺ പെയർ ഇലക്ട്രോൺ ആണ്. ഇനി ഇവിടുന്ന് വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇവിടെ നൈട്രജനിലേക്ക് ആയിരിക്കും. ഹൈഡ്രജൻ നോക്കുമ്പോൾ ആരാണ് കൂടുതൽ? നൈട്രജൻ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് 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 മനസ്സിലായല്ലോ? അപ്പം ഇവരുടെ നെറ്റ് എങ്ങോട്ടാണ്? ഇവരുടെ 3 പേര് നെറ്റ് എങ്ങോട്ടാണ്? മുകളിലോട്ടല്ലേ? മുകളിലോട്ടാണ്. സ്വാഭാവികമായിട്ടും നെറ്റ് മുകളിലോട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാവും നെറ്റ്. ഓക്കെ അല്ലേ? അതിന് പുറമെ ഇവിടെ നൈട്രജന്റെ ലോൺ പെയറിലേക്ക് നെറ്റ് ഉണ്ടാവും. സോ ഒരു വലിയൊരു നെറ്റ് വരച്ചാൽ മതി. അതായത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്തുണ്ടാവും മക്കളെ? ഒരു വലിയൊരു ഡൈപ്ലോമൻ ഉണ്ടാവും. മനസ്സിലായോ? യെസ്. ഇനി ഇവന്റെ പ്രശ്നം എന്താ? ഇവന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടോ? നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ മക്കളെ, എല്ലാവരും നോക്കിക്കേ. നൈട്രജൻ ഇതാണ് ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇങ്ങോട്ട് ഡൈപ്ലോമൻ ഉണ്ടാവും. റെഡി? പക്ഷെ നൈട്രജൻ ഫ്ലോറിൻ നോക്കുമ്പോൾ ആരാ മോർ ഇലക്ട്രോണൈറ്റ്? ഫ്ലോറിൻ അല്ലേ? സോ ഇവന്റെ ഡൈപ്ലോമൻ താഴോട്ടായിരിക്കും ഉണ്ടാവുക. ഇവന്റെ താഴോട്ടായിരിക്കും, ഇവന്റെ താഴോട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവന്മാരുടെ 3 പേര് നെറ്റ് എന്തായിരിക്കും? താഴോട്ടായിരിക്കും. പക്ഷെ ഇവന്റെ നെറ്റ് എന്താണ്? മുകളിലോട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും? മുകളിലോട്ടും താഴോട്ടുള്ളത് എന്ത് ക്യാൻസൽ ചെയ്ത് പോകും. കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യില്ല. ചെറിയ ഡെവലപ്മെന്റ് ഉണ്ടാവും. പക്ഷെ നെറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. നെറ്റ് എന്തായിരിക്കും? കുറവാണ് ആരെക്കാട്ടിലും ഇയാളെ കാട്ടിലും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ നെറ്റ് ഡെവലപ്മെന്റ് ഓഫ് NH3 ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് NF3. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യം. ഇതാ, this is because in case of NH3 orbital dipole due to lone pair and the resultant dipole moment on the 3 NH bonds are in the same direction, but in NF3 the orbital dipole moment and the resultant dipole moment of the 3 NF bond are in the opposite direction, so they get partially cancelled. Partially ആണ്, completely cancel ചെയ്യുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. Next, what write any 3 postulate of valence electron pair repulsion? VSEPR theorem ബന്ധപ്പെട്ട് 3 postulate ചോദിച്ചു. വളരെ സിമ്പിൾ അല്ലേടാ? നിങ്ങൾ എല്ലാവർക്കും വരുന്ന പോയിന്റുകളാണ്. ജസ്റ്റ് ഒന്ന് വായിക്കാം. Shape of the molecule depend on the number of valence electron pairs around the central atom. മക്കളെ, നമ്മുടെ സെൻട്രൽ ആറ്റം ചുറ്റുമുള്ള വാലൻഷ്യൽ ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്പർ ഓഫ് ലോൺ പെയർ, ബോണ്ട് പെയർ ഒക്കെ. അപ്പോൾ ലോൺ പെയർ റിപ്പൾഷൻ ഗേറ്റ് ദാറ്റ് ഓഫ് ബോണ്ട് പെയർ ലോൺ പെയർ ദെൻ ബോണ്ട് പെയർ ഇതൊക്കെ VSEPR തിയറിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണെന്ത്? വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർസ് റിപ്പിൾസ് ഈച്ച് അതർ. ഞാൻ പറഞ്ഞല്ലോ, ഈ വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പിൾ ചെയ്യും. അതിൽ എങ്ങനെയാണ് റിപ്പൾഷൻ ഓർഡർ ഉണ്ടാവുക? ലോൺ പെയറിനായിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ഉണ്ടാവുക. പിന്നെ ആർക്കായിരിക്കും? ലോൺ പെയർ, ബോണ്ട് പെയർ. പിന്നെ ആർക്കായിരിക്കും? ബോണ്ട് പെയർ റിപ്പൾഷൻ വളരെ കുറവാണ്. ലോൺ പെയർ ആണ് ഏറ്റവും റിപ്പൾഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ആസ് ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രോൺ പെയർ ഇൻക്രീസസ് റിപ്പൾഷൻ ഡിക്രീസ്. അതായത് മക്കളെ ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോൺ പെയർ ഇടയിലുള്ള ആംഗിൾ എന്താണ് കൂടുമ്പോൾ സ്വാഭാവിക റിപ്പൾഷൻ കുറയും എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. റെഡി അല്ലേ? ഇനി എക്സ്പ്ലെയിൻ ഷേപ്പ് ഓഫ് അമോണിയ ആൻഡ് വാട്ടർ മോളിക്യൂൾ ഓൺ ദി ബേസ് ഓഫ് VSEPR തിയറി. നിങ്ങൾക്കറിയാം അമോണിയ എന്ന് പറയുമ്പോൾ എന്താണ്? അമോണിയ എന്ന് പറയുമ്പോൾ എന്താണ് അമോണിയ? 3 ബോണ്ട് പെയർ ഉണ്ടാവും അമോണിയയിൽ. 3 ബോണ്ട് പെയർ ഉണ്ടാവും, ഒരു ലോൺ പെയർ ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ വാട്ടർ മോളിക്യൂൾ 2 ബോണ്ട് പെയർ ഉണ്ടാകും. 2 ബോണ്ട് പെയർ ഉണ്ടാവും. അതേപോലെ തന്നെ എന്തുണ്ടാവും മക്കളെ? 2 ബോണ്ട് പെയർ ഉണ്ടാവും, 2 ലോൺ പെയർ ഉണ്ടാവും. ഓക്കെ, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ അമോണിയയുടെ സ്ട്രക്ചർ വരേണ്ടത് എങ്ങനെയാണ്? അമോണിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ബെൻഡ് ആണ് അല്ലെ? പിരമിഡൽ ഷേപ്പാണ് അമോണിയ. അപ്പൊ ശരിക്കും വേണ്ട ടെട്രാഹെഡ്രലാണ് വേണ്ടിയിരുന്നത്. കാരണം എന്താ? ഈ ഇതിന്റെ മൊത്തം നമ്പർ നോക്കുമ്പോൾ 4 ആണ് വരുന്നത്. 3 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ 4 വരും എന്ന് പറയുമ്പോൾ ടെട്രാഹെഡ്രൽ എന്ന് വെച്ചാൽ ശരിക്കും വേണ്ടിയിരുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ഒരു ലോൺ പെയർ വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ സ്ട്രക്ചർ അങ്ങ് പോകും, ഈ ഒരു ബോണ്ട് അങ്ങ് പോകും. എന്തായി മാറും മക്കളെ? ബെൻഡ് അല്ലെങ്കിൽ പിരമിഡൽ ആയിട്ട് മാറും. എന്തായി മാറും? പിരമിഡൽ ആയിട്ട്. അതാണ് പിരമിഡൽ. അമോണിയ സ്ട്രക്ചർ എന്തായി മാറി? പിരമിഡലായി മാറി. ഇനി വാട്ടർ മോളിക്യൂൾ ശരിക്കും ടെട്രാഹെഡ്രലാണ് വേണ്ടിയിരുന്നത്. പക്ഷെ എന്തായി മക്കളെ? ഇവിടെ 2 ആൾക്കാർ എന്ത് ചെയ്യും മക്കളെ? 2 ലോൺ പെയർ വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടത്തതും ഈ ബോണ്ട് അങ്ങ് പോകും. ഓക്കെ, അവിടെ എന്തായി മാറും? നമുക്ക് 2 ലോൺ പെയർസ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ? നമുക്ക് ബെൻഡ് കിട്ടും, ബെൻഡ്. അപ്പൊ ഷേപ്പ് ഓഫ് വാട്ടർ എന്താണ്? ബെൻഡും. അതേപോലെ ഷേപ്പ് ഓഫ് എന്താണ്? അമോണിയ എന്താണ്? അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് മക്കളെ? അത് പിരമിഡലുമാണ്. ഓക്കെ അല്ലേ? ആ കാര്യങ്ങൾ വെച്ച് ബെൻഡ് അല്ലെങ്കിൽ ആംഗുലാർ എന്നും പറയാറുണ്ട് കേട്ടോ. ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ അമോണിയയുടെ ഈ പറഞ്ഞിരിക്കുന്നത് ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയ്ക്കൂടെ? 107 ആണെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ വാട്ടർ മോളിക്യൂൾ എന്തായിരിക്കും? അത് 104.5 ആണ്. 2 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 3 ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർമിക്സിംഗ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷൻ പറഞ്ഞത്. അവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഫോംഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ. അതായത് മക്കളെ, നിങ്ങൾക്ക് 4 അറ്റോമിക് ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷൻ വിധമാക്കി എന്ന് വിചാരിക്കും. 4 അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്പർ ഓഫ് ഹൈബ്രിഡ്, അതായത് നമുക്ക് എന്ത് ചെയ്യും? sp3 ആയിട്ടുള്ള ആളെ കിട്ടും. അതായത് 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. 4 ടൈപ്പ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ എത്ര അറ്റോമിക് ഓർബിറ്റൽസ് അണ്ടർഗോ ചെയ്യുന്നുണ്ടോ അത്രയും എണ്ണം ഓഫ് എന്തുണ്ടാവും? അറ്റോമിക് ഹൈബ്രിഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഫോം ചെയ്യും. അപ്പൊ അറ്റോമിക് ഓർബിറ്റൽസ് 4 എടുത്താൽ 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കാം.
അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആൾവേസ് ഈക്വലന്റ് ഇൻ എനർജി ഇൻ ഐഡിയൽ ഷിപ്പ്. അതായത് മക്കളെ നമ്മൾ എടുക്കുന്നത് ഈക്വൽ അല്ലാത്ത അല്ലെങ്കിൽ ഐഡന്റിക്കൽ അല്ലാത്ത എനർജി ഉള്ള അറ്റോമിക് ഓർബിറ്റൽ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വലന്റ് ആയിട്ടുള്ളതാണ്, കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ അവർ നമ്മൾ ഇന്റർമിക്സിങ് ചെയ്ത് തരുന്നതും എല്ലാവർക്കും ഈക്വൽ എനർജി ഈക്വൽ പിന്നെ അതേപോലെ തന്നെ ഐഡന്റിക്കൽ ഷേപ്പ് ഒക്കെ ആയി മാറും. അതാണ് ഹൈബ്രിഡ്സിന് പ്രത്യേകത. അപ്പം ഓൾമോസ്റ്റ് ഈക്വലന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മേ ബി, അവർ ശരിക്കും ഈക്വൽ ആയിരിക്കില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ഇന്റർമിക്സിങ് ചെയ്ത്, ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാം, അപ്പൊ മധുരം കുറഞ്ഞ ചായ മധുരം കൂടിയ ചായ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ഗ്ലാസ് മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം കലക്കി ചെയ്യുന്നത് ആ ഒരു ചായയിൽ എല്ലാ ഇപ്പൊ നമ്മൾ ആ ചായ എടുത്തിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഈക്വൽ മധുരമായിരിക്കും അല്ലെ ത്രൂഔട്ട്. അതാണ് പ്രത്യേകത. അതായത് ഇന്റർമിക്സിങ് അറ്റോമിക് ഓർബിറ്റ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ ഷേപ്പ് ഈക്വൽ ആയിരിക്കും, എനർജി ഈക്വൽ ആയിരിക്കും, ഒക്കെ ഈക്വൽ ആയിരിക്കും. ഹൈബ്രിഡ് ഓർബിറ്റിന്റെ പ്രത്യേകത അതാണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഡയറക്റ്റഡ് ടു സം ഫിക്സ്ഡ് പൊസിഷൻ ഇൻ സ്പേസ്. സോ ടൈപ്പ് ഓഫ് ഹൈബ്രിഡേഷൻ ഗിവ്സ് ദ ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ. അപ്പം ഒരു ഹൈബ്രിഡേഷൻ പറഞ്ഞാൽ നമുക്ക് മോളിക്യൂളെ ഷേപ്പ് പറയാൻ പറ്റും. SP ആണെങ്കിൽ എന്ത്, SP2 എന്ത്, SP3 എന്നൊക്കെ പറയാൻ പറ്റും. SP3 ടെട്രാഹെഡ്രൽ എന്നും SP2 ആണെങ്കിൽ ഓക്കെ SP ആണെങ്കിൽ ലീനിയർ എന്നും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹൈബ്രിഡൈസേഷൻ ഷേപ്പ് അനുസരിച്ച് എന്ത് പറയാൻ പറ്റും. ഹൈബ്രിഡൈസേഷൻ അടിസ്ഥാനത്തിൽ നമുക്ക് മോളിക്യൂൾ ഷേപ്പ് പറയാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റെഡി അല്ലേ? ഇനി വളരെ വേഗതയിൽ പോകുന്നുണ്ട്, കാരണം നമുക്ക് സമയം വളരെ പരിമിതമാണ്. നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചാപ്റ്റർ ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എക്സ്പ്ലെയിൻ ദ ഹൈബ്രിഡൈസേഷൻ ആൻഡ് ജിയോമെട്രി ഓഫ് PCl5 മോളിക്യൂൾ. മക്കളെ PCl5 മോളിക്യൂൾ പ്രത്യേകത എന്താ മക്കളെ? PCl5 എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും അത് SP3 എന്താണ്? SP3D ആണ്. SP3D ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞില്ല. മാത്രമല്ല അത് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, കണ്ടോ? ഇതാണ് സ്ട്രക്ചർ. അതിൽ തന്നെ എന്തുണ്ട് മക്കളെ, അവിടെ 120 ഡിഗ്രി ഉണ്ട്, അതേപോലെ തന്നെ 90 ഡിഗ്രി ഉണ്ട്. Then ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൈപിരമിഡൽ ഷേപ്പ് ആണ്. എന്താണ് ബൈപിരമിഡൽ ഷേപ്പ് ആണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ബോണ്ട് ആംഗിൾ 120 ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്. ഇനി ഇവിടെ രണ്ട് ടൈപ്പ് ആംഗിൾ ഉണ്ട്, ഇക്വറ്റോറിയലും ഉണ്ട്, ആക്സിയൽ ബോണ്ടും ഉണ്ട്. അപ്പൊ ഇതെന്താ ഇക്വറ്റോറിയൽ ബോണ്ട് ആണെങ്കിൽ, ഇത് ഇക്വറ്റോറിയൽ ബോണ്ട് ആണെങ്കിൽ മക്കളെ, ഇത് ഇക്വറ്റോറിയൽ ബോണ്ട് ആണെങ്കിൽ എന്താണ് ആക്സിയൽ ബോണ്ട് ആണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള ബോണ്ടുകൾ, ആക്സിസിലും ഉണ്ട് ഇക്വറ്റോറിയലും ഉണ്ടെന്ന കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി വൈ ഈസ് PCl5 ഹൈലി റിയാക്റ്റീവ്? എന്തുകൊണ്ടാണ് PCl ഭയങ്കര റിയാക്റ്റീവ് ഉള്ള റീസൺ? ഇൻ PCl5 ദ ആക്സിയൽ ബോണ്ട് പേസ് സഫർ മോർ റിപ്പൾഷൻ ഫ്രം ഇക്വറ്റോറിയൽ. ഇക്വറ്റോറിയൽ ബോണ്ട് വെച്ച് നോക്കുമ്പോൾ ആക്സിയൽ ബോണ്ടിന് ഭയങ്കരമായിട്ട് എന്ത് കിട്ടുന്നുണ്ട്? നല്ല റിപ്പൾഷൻ കിട്ടുന്നുണ്ട്. ആക്സിയൽ ബോണ്ടിന് ഭയങ്കര റിപ്പൾഷൻ കിട്ടുന്നത് എന്തുകൊണ്ട്? ഇക്വറ്റോറിയൽ ബോണ്ട് മൂലം ഈ ആക്സിയൽ ബോണ്ടിന്, അതായത് ഇക്വറ്റോറിയൽ ബോണ്ടിലുള്ള ഇലക്ട്രോൺ പെയറുകൾ മൂലം എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ആക്സിയൽ ബോണ്ടിലുള്ള ഇലക്ട്രോണുകൾക്ക് റിപ്പൾഷൻ കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആക്സിയൽ ബോണ്ട് ലെങ്ത് ഈസ് എന്താണ്? ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഇക്വറ്റോറിയൽ ബോണ്ട്. അതുകൊണ്ട് തന്നെ ആക്സിയൽ ബോണ്ട് ലെങ്ത് എന്താണ്? ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്ത്തിനേക്കാൾ കൂടുതലാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്സിയൽ ബോണ്ട് ലെങ്ത് എന്താണ്? ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്ത്തിനേക്കാൾ വളരെ കൂടുതലാണ്. ഹെൻസ് ഇറ്റ് ഈസ് ഹൈലി അൺസ്റ്റേബിൾ ആൻഡ് വെരി റിയാക്റ്റീവ്. അപ്പൊ എന്തുകൊണ്ടാണ് ചോദിച്ചത്? വെരി ഇമ്പോർട്ടന്റ് ചോദ്യമാണ് മക്കളെ. എന്തുകൊണ്ട് PCl5 ഹൈലി റിയാക്റ്റീവ് ആയത്? അപ്പൊ നിങ്ങൾ പറയണം PCl5 എന്തുണ്ടടാ? അവിടെ PCl5 ഇക്വറ്റോറിയൽ ബോണ്ട് ആക്സിയൽ ബോണ്ട് ആക്സിയൽ ബോണ്ടിന് ഇക്വറ്റോറിയൽ ബോണ്ടിന് റിപ്പൾഷൻ മൂലം ആക്സിയൽ ബോണ്ടിന് സ്റ്റെബിലിറ്റി കുറയുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ലെങ്ത് വളരെ കൂടുതലാണ്, സ്റ്റെബിലിറ്റി കുറവാണ്. അതുകൊണ്ട് ഹൈലി റിയാക്റ്റീവ് ആണ്. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താ ഫജാൻസ് റൂൾ എന്ന് പറഞ്ഞാൽ? ഫജാൻസ് റൂൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അയോണിക് ബോണ്ടിൽ കൊവാലന്റ് ക്യാരക്ടറിന്റെ കാര്യം പറയുന്നതാണ് ഫജാൻസ് റൂൾ എന്ന് പറഞ്ഞാൽ. അയോൺ പാർട്സ് അല്ലെങ്കിൽ കൊവാലന്റ് ക്യാരക്ടറിന് അയോണിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ സെഡ് ബൈ ആരാണ്, അല്ലെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ബൈ ഫജാൻസ് റൂൾ ആണ്. എക്സ്പ്ലെയിൻ ബൈ ഫജാൻസ് റൂൾ ആണ്. അതിന്റെ റീസൺസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. The smaller the size of the cation and the larger the size of the anion, greater the covalent character. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാറ്റോൺ സൈസ് കുറവാണെങ്കിൽ ആനോണിന്റെ സൈസ് കൂടുകയാണെങ്കിൽ, അത് കാറ്റോണിന്റെ സൈസ് കുറവും ആനോണിന്റെ സൈസ്, കാറ്റോണിന്റെ സൈസ് എന്ന് പറയുന്നത് കാറ്റോണിന്റെ സൈസ് കുറവും ആനോണിന്റെ സൈസ് കൂടുതലുമാണെങ്കിൽ എന്താണ്? ഈ അയോണിക് കോമ്പൗണ്ടിൽ കൊവാലന്റ് ക്യാരക്ടർ കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഗ്രേറ്റർ ദ ചാർജ് ഓഫ് ദി കാറ്റോൺ ഗ്രേറ്റർ ദ കൊവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. അതായത് മക്കളെ ഈ പറഞ്ഞ ചാർജ്, കാറ്റോണിന്റെ ചാർജ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? കാറ്റോണിന്റെ ചാർജ് കൂടുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഈ അയോണിക് കോമ്പൗണ്ടിൽ കൊവാലന്റ് ക്യാരക്ടർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് അദ്ദേഹം പറയുന്നതാണ്, ഫോർ കാറ്റോൺ സെയിം സൈസ് ആൻഡ് ചാർജ് അയോൺസ് വിത്ത് N-1 DNS0 കോൺഫിഗറേഷൻ ഇസ് മോർ പോളറൈസിംഗ് ദാൻ ദ അയോൺ വിത്ത് NS2 NPC കോൺഫിഗറേഷൻ. പ്രധാനമായിട്ട് പഠിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പോളറൈസിംഗ് പവറും പോളറൈസിബിലിറ്റിയുമാണ്. പോളറൈസിംഗ് പവർ കൂടുമ്പോൾ കൊവാലന്റ് ക്യാരക്ടർ കൂടാൻ ചാൻസ്, പോളറൈസിബിലിറ്റി കുറയുമ്പോൾ അതേപോലെ തന്നെ പോളറൈസിബിലിറ്റി പോളറൈസിംഗ് പവറും. അത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് മക്കളെ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണേ. കാറ്റോണിന്റെ സൈസ്, ഈ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. കാറ്റോണിന്റെ സൈസ് കുറയുമ്പോൾ, കാറ്റോണിന്റെ സൈസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? അയോണിക് ക്യാരക്ടർ കൂടാൻ ചാൻസ്, കൊവാലന്റ് ക്യാരക്ടർ കൂടാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ ആനോണിന്റെ സൈസ് കൂടുമ്പോൾ സൈസ് ഇതേപോലെ തന്നെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കാറ്റോണിന്റെ സൈസ് കുറവുള്ള ഒരാളും തീർച്ചയായും ഞാൻ പറയട്ടെ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം, ഓക്കെ. അതേപോലെ തന്നെ ക്ലോറിൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഇതില് ഏറ്റവും സൈസ് കുറവുള്ള ആളാരാ? ലിഥിയം അല്ലേടാ? ആണ്. അതുപോലെ ആനോണിന്റെ സൈസ് കൂടിയ അയോഡിൻ അല്ലേടാ? ഇപ്പൊ ലിഥിയം അയോഡിൻ LiI ഇയാളാണോ അല്ലെങ്കിൽ LiBr ആണോ മോർ കൊവാലന്റ് ക്യാരക്ടർ കാണിക്കുക? സിമ്പിൾ ആണ്, കാരണം നമുക്കറിയാം. അതേപോലെ വേറെ എക്സാം തരാം. അതേപോലെ തന്നെ Ki ആണ് മോർ കൊവാലന്റ് ക്യാരക്ടർ കാണിക്കുക. ഇതിൽ മൂന്നിലെ ആയിരിക്കും മോർ കൊവാലന്റ് ക്യാരക്ടർ കാണിക്കുക. അപ്പൊ നിങ്ങൾ പറയണം കാറ്റോണിന്റെ സൈസ് കുറഞ്ഞ ആളും ആനോണിന്റെ സൈസ് കൂടിയ ആൾക്കാണ് കൊവാലന്റ് ക്യാരക്ടർ കാണിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ സൈസ് ഉള്ള കാറ്റോൺ ഏതാ?
ദ്വിതീയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് പോയി. പിന്നെ ലിഥിയം അയോഡൈഡ് ആണ് ലിഥിയം ബ്രോമൈഡ് ആണോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഡൗട്ട്. ഇതിൽ തന്നെ ലിഥിയം അയോഡൈഡിലും ഏറ്റവും ആനോൺ സൈസ് കൂടിയ ആൾക്കാർക്കാണ് കൊവാലന്റ് ചെയ്യാൻ ചാൻസ്. സോ ലിഥിയം അയോഡൈഡിനാണോ ബ്രോമൈഡിനാണോ കൂടുതൽ പിന്നെ സൈസ് കൂടുതൽ അയോഡിനല്ലാണോ? സോ സ്വാഭാവികം ലിഥിയം അയോഡൈഡ് ഈസ് മോർ കൊവാലന്റ് ദാൻ ലിഥിയം ബ്രോമൈഡ്. ഈ കോൺസെപ്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റെഡി അല്ലേ? ഇനി മറ്റൊരു കോൺസെപ്റ്റ് ആണ് എന്ത് മക്കളെ? പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ടുള്ളത്. പൊട്ടൻഷ്യൽ എനർജിയും അതേപോലെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പിന്നെ ഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ഈ ഒരു ചിത്രം എക്സാമിന് ചോദിക്കാറുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ചിത്രം ഇങ്ങനെ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഡിഫൈൻ ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് മക്കളെ നമുക്കറിയാം നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന N2 നൈട്രജൻ മോളിക്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ് N2 എന്ന് പറയുമ്പോൾ ഇതല്ലേ N2. അപ്പൊ N2ന് ഇടയിലുള്ള ബോണ്ട് ഓർഡർ മൂന്ന് ബോണ്ടുകളുണ്ട്. ഇപ്പൊ ബോണ്ടിന്റെ എണ്ണമാണ് ആക്ച്വലി ബോണ്ട് ഓർഡർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ എന്നാണ് ഇക്വേഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ബോണ്ട് ഓർഡർ ഇക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ. എൻ ബി എന്ന് പറയുന്ന നമ്പർ ഓഫ് ബോണ്ടിങ് ഓർബിറ്റൽസ്, എ എന്ന് പറയുന്ന നമ്പർ ഓഫ് ബോണ്ടിങ് ഓർബിറ്റൽസ് ആണ് എന്ത് എൻ ബി എന്ന് പറയുന്നത്. ബോണ്ടിങ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ് എൻ ബി എന്ന് പറയുന്നത്. എൻ എ എന്ന് പറയുന്ന നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ്. റെഡി അല്ലേ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ് ആണ്. സിഗ്മ വൺ സിഗ്മ സ്റ്റാർ വൺ. അപ്പൊ സ്റ്റാർ ഉള്ളത് എന്താ? ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ്. സിഗ്മ വൺ എന്ന് പറയുമ്പോൾ സ്റ്റാർ ഇല്ലാത്തതാണെങ്കിൽ ഇത് ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നിങ്ങൾ നോക്കേണ്ടത് He2 and Ne2 ആ മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. വൈ? അപ്പൊ നിങ്ങൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ He2 Ne2 എന്തല്ല മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യാറില്ല. ഒരു കാരണം ബോണ്ട് ഓർഡർ സീറോയാണ്. ബോണ്ട് ഓർഡർ സീറോ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ബോണ്ട് ഓർഡർ സീറോ ഉള്ള ആൾക്കാർ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ നെക്സ്റ്റ് എക്സാമ്പിൾ കാണിച്ചാൽ ഹീലിയം He2 എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഇസ് 1s2 1s2 സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2. ഇതാണ് He2 എന്ന് പറയുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹാഫ് ഇൻറ്റു എൻ ബി നമ്പർ ഓഫ് ബോണ്ടിങ് എത്രയാണ്? നമ്പർ ഓഫ് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ 2 4 രണ്ടും 4 അല്ലേ? 2 4 സിഗ്മ 1s2 സിഗ്മ 2s2 ആണ് നമ്പർ ഓഫ് ബോണ്ടിങ്. സോ 4 മൈനസ് ആന്റി ബോണ്ടിങ് എന്താണ്? സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ സ്റ്റാർ 2. അതെന്താണ്? 4 ആണ്. സോ 4 മൈനസ് 4 എന്താണ്? 0 ആണ്. സോ അതിന്റെ ബോണ്ട് ഓർഡർ 0 ആയിപ്പോയി. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, റൈറ്റ് മോളിക്കുലർ കോൺഫിഗറേഷൻ ഓഫ് N2 മോളിക്യൂൾ. N2 മോളിക്യൂൾ നമ്പർ ഓഫ്, അതായത് ഇവിടെ രണ്ട് പ്രത്യേകതകളുണ്ട്. മോളിക്കുലർ കോൺഫിഗറേഷൻ നമുക്ക് 14 ഇലക്ട്രോൺ വരെ ഉള്ളത് ഒരു ഫോമാണ്. അതുപോലെ 14 ഇലക്ട്രോൺ മുകളിലുള്ളത് മറ്റൊരു ഫോമാണ്. 14 ഇലക്ട്രോൺ വരെയുള്ള ഫോം എങ്ങനെ നമ്മൾ എഴുതാം? സിമ്പിൾ ആണ്. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 പൈ 2px പൈ 2py സിഗ്മ 2pz. ഇങ്ങനെയാണ് ഓർഡർ ഉണ്ടാവും കേട്ടോ. പൈ 2px പൈ 2py സിഗ്മ 2pz. ഓക്കെ അല്ലേ? അപ്പം സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 പൈ 2px പൈ 2py ആൻഡ് സിഗ്മ 2pz. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്പർ ആന്റി ബോണ്ടിങ് എന്തൊക്കെയാണ്? 2 ഉണ്ട്, 4 ഉണ്ട്, 4 ആന്റി ബോണ്ടിങ്. ബോണ്ടിങ് എന്നാൽ 10 ഉണ്ട്. സോ ഹാഫ് ഇൻറ്റു 10 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. അതാണ് നൈട്രജൻ ഇടയിൽ എന്തുണ്ട് മക്കളെ? 3 ബോണ്ടുകൾ കാണാൻ നിങ്ങൾക്ക്. ഓക്കെ അല്ലേ? ഇനി ബോണ്ട് ഓർഡർ സ്റ്റെബിലിറ്റി ഓഫ് O2 and O2 മൈനസ് ആണ് പറയുന്നത്. O2 എന്ന് പറയുമ്പോൾ 14 ഇലക്ട്രോൺ കൂടുതലുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഓർഡർ അല്ല പഠിക്കേണ്ടത്, വേറെ ഓർഡർ ആണ്. ഞാൻ കാണിച്ചു തരാം. 16 ഇലക്ട്രോൺ ആകുമ്പോൾ ഇത് 18 ഇലക്ട്രോൺ ആണ്. അപ്പൊ 16 18 ഒക്കെ നോക്കാം. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s. ഇതുവരെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇനി നമ്മൾ നേരത്തെ പഠിച്ച പൈ 2px ആണ്. ഇവിടെ എങ്ങനെയല്ല മക്കളെ, ഇവിടെ സിഗ്മ 2pz. നോക്കിയോ മക്കളെ, ഇവിടെ നമുക്ക് മാറ്റും കേട്ടോ. സിഗ്മ 2pz കഴിഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ പൈ 2px ഒക്കെ വരുന്നത്. അപ്പൊ സിഗ്മ 2pz 2 ഇലക്ട്രോൺ ഫിൽ ചെയ്തു. പിന്നെ പൈ 2px 2 ഇലക്ട്രോൺ ഫിൽ ചെയ്തു. പൈ 2py 2 ഇലക്ട്രോൺ ഫിൽ ചെയ്തു. പൈ സ്റ്റാർ 2px 1 ഇലക്ട്രോണും പൈ സ്റ്റാർ 2py 1 ഇലക്ട്രോൺ. രണ്ടും ഡീജനറേറ്റ് ഓർബിറ്റൽസ്. അതുകൊണ്ട് തന്നെ ഈക്വൽ എന്ത് ഇലക്ട്രോണുകൾ 2 ഇലക്ട്രോൺ ഫിൽ ചെയ്യാനുള്ളെങ്കിൽ നമ്മൾ 1 ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇതെന്താ? ഓക്സിജന്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് തന്നെ ചെയ്യുമ്പോൾ ഇവിടെ മൊത്തം 6 ഇലക്ട്രോണുകളാണ് നമ്മളെ ആന്റി ബോണ്ടിങ്ങിൽ ഉള്ളത്. സോ ഹാഫ് ഇൻറ്റു 10 മൈനസ് 6 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയും. അതായത് നമ്മൾ ഓക്സിജൻ ഡേയിൽ നിന്നുണ്ട് മക്കളെ ഡബിൾ ബോണ്ട് ആണ് ഉണ്ടാവുക. O2 എന്നും ഡബിൾ ബോണ്ട് ആണ് ഉണ്ടാവുക. റെഡിയല്ലേ? ഇനി O2 2 മൈനസ് ആണെങ്കിൽ മക്കളെ ഇതുവരെ സെയിം ആണ്. പൈ 2py2 വരെ സെയിം ആണ്. പിന്നെ പൈ സ്റ്റാർ 2px 2 ഇലക്ട്രോൺ ഫിൽ ചെയ്യും. പൈ സ്റ്റാർ 2pyലും 2 ഇലക്ട്രോൺ ഫിൽ ചെയ്യും. അങ്ങനെ മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകും ആന്റി ബോണ്ടിങ്ങിൽ? 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ദർഫോർ ബോണ്ട് ഓർഡർ എടുക്കുമ്പോൾ എൻ ബി മൈനസ് എന്നെ എടുക്കുമ്പോൾ എത്ര ഉണ്ടാവും മക്കളെ? 1 എന്ന് കിട്ടും. ഓക്കെ, ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എന്നെ എത്രയാണ്? 1 എന്ന് കിട്ടും. അല്ലേ? അപ്പൊ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ എന്ത് ചെയ്യും മക്കളെ? ബോണ്ട് ഓർഡർ ആർക്ക് കൂടുതൽ? ഓക്സിജൻ ആണ് കൂടുതൽ. O2 2 മൈനസിനേക്കാൾ. സോ സിൻസ് ബോണ്ട് ഓർഡർ ഈസ് O2 is greater than that of O2 2 മൈനസ്, ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ. അപ്പൊ നിങ്ങൾ മനസ്സിലായ മറ്റൊരു പോയിന്റ് എന്താണ്? ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ടിന് സ്റ്റെബിലിറ്റി കൂടും. എങ്കിൽ എന്ത് കൂടും മക്കളെ? സ്റ്റെബിലിറ്റി കൂടും. ബോണ്ട് ലെങ്ത് കുറയും. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ടിന് സ്റ്റെബിലിറ്റി കുറയും. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് സ്റ്റെബിലിറ്റി കൂടും, ബോണ്ട് ലെങ്ത് കുറയും. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. റെഡി അല്ലേ? മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, സിമ്പിൾ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. നിങ്ങളുടെ ഇലക്ട്രോണിന്റെ എണ്ണം 14 ആണെങ്കിൽ അതിന്റെ ബോണ്ട് ഓർഡർ 3 ആയിരിക്കും. 15 ആണ് ബോണ്ട് ഓർഡർ 2.5 ആയിരിക്കും. 16 ആണെങ്കിൽ 2 ആയിരിക്കും. 17 ആണെങ്കിൽ 1.5 ആയിരിക്കും. 18 ആണ് 1 ആയിരിക്കും. 19 ആണെങ്കിൽ 0.5 ആയിരിക്കും. ആൻഡ് 20 ആണെങ്കിൽ 0 ആയിരിക്കും. ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. 13 ആണെങ്കിൽ 2.5 ആണ്. 12 ആണെങ്കിൽ 2 ആണ്. ആൻഡ് 11 ആണെങ്കിൽ 1.5 ആണ്. ഇങ്ങനെ 0.5 വെച്ചിട്ട് ഡിഫറൻസ് ഉണ്ടായിരിക്കും.
അപ്പൊ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് മാത്രം മതി. കാരണം 14 എന്ന് പറയുമ്പോൾ എന്താണ് ബോണ്ട് ഓർഡർ 3 ആണ്. എക്സാമ്പിൾ ആരാണ് മക്കളെ? ഒന്ന് N2 നമ്പർ ഓഫ് ഇലക്ട്രോൺ 14 ആണ്. അതുപോലെ O2 പ്ലസ് O2 എന്ന് പറഞ്ഞാൽ 16 ആണ്. അതുപോലെ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 14 ആയിരിക്കും. അതിന് 15 വരുമ്പോൾ ആയിരിക്കും മക്കളെ N2 മൈനസ് 15 ആണ്. അതുപോലെ O2 പ്ലസ് ഇതൊക്കെ 15 ആണ്. 16 വരുമ്പോൾ മക്കളെ ഓക്സിജൻ ഉണ്ട്. അതേപോലെ തന്നെ N2 2 മൈനസ് ഇതൊക്കെ എന്താണ് 16 ആണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പം ചിലപ്പോൾ എക്സാം ചോദിക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. സ്റ്റെബിലിറ്റിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ബോണ്ട് ഓർഡറിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യും. O2 പ്ലസ് O2 O2 2 മൈനസ് ഓക്കെ O2 മൈനസ് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ അല്ലടാ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16 16 എത്രയുണ്ട്? 16 എന്ന് പറഞ്ഞാൽ 2 ആണ്. O2 പ്ലസ് 15 അതിന് എത്ര 2.5 ആണ്. O2 2 മൈനസ് പറഞ്ഞാൽ എത്രയാടാ? 18 18 വരുമ്പോൾ എത്രയാണ്? 18 വരുമ്പോൾ 1 ആണ്. O2 മൈനസ് പറഞ്ഞാൽ 17 17 എത്രയാണ്? 1.5 അപ്പൊ ആർക്കാ ബോണ്ട് ഓർഡർ കൂടുതൽ? ഇയാൾക്കല്ലേ ബോണ്ട് ഓർഡർ കൂടുതൽ ഓർഡർ. ബോണ്ട് ഓർഡർ കൂടുതൽ ഉണ്ടാവുക ഇയാൾക്ക് കൂടുതൽ, പിന്നെ ഇയാള് ആരാണ്? പിന്നെ O2 മൈനസ് ആണ്. അപ്പൊ ഇയാൾ കഴിഞ്ഞാൽ പിന്നെ O2 2 മൈനസ് ഉണ്ടാവും. സോ ഓർഡർ എങ്ങനെ ഉണ്ടാവും? O2 പ്ലസിന് കൂടുതൽ, പിന്നെ O2ന്, പിന്നെ O2 മൈനസിന്, പിന്നെ O2 2 മൈനസ്. ഇതാണ് ബോണ്ട് ഓർഡറിന്റെ ഓർഡർ. ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? നേരെ റിവേഴ്സ് പഠിച്ചാൽ മതി. റെഡി അല്ലേ? റെഡി അല്ലേ? നിങ്ങൾ അടുത്തൊരു കാര്യമാണ് ഡിഫൈൻ ഹൈഡ്രജൻ ബോണ്ട് വിത്ത് എക്സാമ്പിൾ. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്, പാരാമാഗ്നറ്റിക് ഡയാമാഗ്നറ്റിക്. ഈ പറഞ്ഞിരിക്കുന്ന അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക് ആണ്, പെയർഡ് ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആണ്. എക്സെപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഈവൻ നമ്പർ ആണെങ്കിൽ ഇലക്ട്രോൺ എന്ന ഈവൻ നമ്പർ ആണെങ്കിൽ ഇപ്പൊ 12 14 ഇതൊക്കെ എന്താ ഡയാമാഗ്നറ്റിക്. പക്ഷേ രണ്ട് എക്സെപ്ഷൻ നമ്മൾ പഠിച്ചാൽ മതി. ഇലക്ട്രോൺ എണ്ണം 10 ആണെങ്കിലും അതേപോലെ തന്നെ 16 ആണെങ്കിലും വേറെന്താ അവർ പാരാമാഗ്നറ്റിക്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ? 10 എന്ന് പറയുമ്പോൾ B2 ബോറോൺ അല്ലെ, 10 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതുപോലെ O2 16 ഇലക്ട്രോൺ അവനും എന്താണ് പാരാമാഗ്നറ്റിക്. ബാക്കിയുള്ള എല്ലാ ഈവനും എന്താണ് ഡയാമാഗ്നറ്റിക് ആണ്. അതുപോലെ ഓടൊക്കെ എന്താണെങ്കിൽ പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ ഫൈൻ. ഇനി മറ്റൊരു കോൺസെപ്റ്റ് പറയാം. ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് എക്സാമ്പിൾ. ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്ന ആൾക്കാരായിരിക്കും HF അതുപോലെ H2O. അതൊക്കെ എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്ന ആൾക്കാരാണ്. ശരിയല്ലേ? അതുപോലെ വിച്ച് ഈസ് ഹാസ് ഹയർ ബോയിലിംഗ് പോയിന്റ് എന്ന് ചോദിക്കും. ഓർത്തോ നൈട്രോഫിനോളും പാരനൈട്രോഫിനോളും. നമുക്കറിയാം പാരനൈട്രോഫിനോൾ ഈസ് മോർ ഇതിനാണ് എന്തിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് കൂടുതലുള്ളത്. കാരണം നമുക്കറിയാം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പാരയിലുണ്ട്. ഓർത്തോനാണെങ്കിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. കമ്പാരിറ്റീവ്ലി ആരാണ് സ്ട്രോങ്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. മറ്റൊരു കാര്യമാണ് H2S is gas but H2S ലിക്വിഡ്. എന്തുകൊണ്ട്? അപ്പോൾ H2S എന്തില്ല? H2S എന്തില്ലടാ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. പകരം H2O എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അതുകൊണ്ട് എന്താണ് അത് ലിക്വിഡ് ആണ്, മറ്റേന്താണ് ഗ്യാസ് ആണ്. കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ അല്ലേ? യെസ്. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, തൽക്കാലം നമ്മുടെ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തീർക്കുകയാണ്. കാരണം വളരെ പെട്ടെന്ന് നമ്മൾ തീർത്തിട്ടുണ്ട്. 10-20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ടോപ്പിക് ഓടിച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ലോണം പഠിക്കുക, അടിപൊളിയാക്കുക. ഓൾ ദി ബെസ്റ്റ്.